ചേട്ടൻ ഇവിടെ കാണുമോ? എവിടെ പോവാൻ? വല്ല ജോലിയും കൂലിയൊന്നും വേണ്ടിയാ. അളിയോ ക്ലീറ്റസാ, അളിയോ ആ അളിയാ എന്തൊക്കെയുണ്ട്? ഇരിയടി അങ്ങോട്ട്. ഇല്ല ഞാൻ നിന്റെ മുമ്പിൽ ഇച്ചിരി ബഹുമാനത്തോടെ നിൽക്കാം, അതല്ലേ നല്ലത്. മര്യാദയൊക്കെ പഠിച്ചു തുടങ്ങി. ഓ ആയിക്കോട്ടെ, ജീവിക്കണം ഇച്ചിരി മര്യാദ വേണമെന്നുള്ള മനസ്സിലായി. ആ ശരി. എന്താണ് അളിയാ, ഞാൻ വന്ന കാര്യം അറിയാലോ. ഇന്ന് വൈകുന്നേരമാണ് നമ്മളെ നാട്ടിലെ പഞ്ചായത്തിലെ പൊതുപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ്. ഞാൻ അറിഞ്ഞല്ലോ. ഉണ്ടല്ലോ, അതില് നിന്റെ പേരും കൂടെ ഞാൻ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം നീ വെച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ അല്ലാതെ വേറെ ആരും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരാണ് പറഞ്ഞത്. അല്ലേ, ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞോളൂ. മെയിനായിട്ട് പറഞ്ഞത് സുരേഷ് ഗോപി, പിന്നെ മന്ത്രിയുണ്ട്, MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. അങ്ങനെ ആകെ നല്ല ഗംഭീര പരിപാടിയായി. എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ നല്ലൊരു പൊന്നാട വാങ്ങിച്ചിട്ടുണ്ട് നിനക്കിടാൻ വേണ്ടി. ഞാൻ സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ നിനക്കിടിപ്പിക്കും. അയ്യോ അല്ല, അത് ബുദ്ധിമുട്ട് വരും. കാര്യം പറഞ്ഞമാതിരി സുരേഷ് ഗോപി എൻ്റെ മുമ്പിൽ കുനിയേണ്ടി വരും. ഭയങ്കര പൊക്കമുള്ള ആളല്ലേ. അത് കുഴപ്പമില്ല, അദ്ദേഹം കുനിഞ്ഞോളൂ. അതേപോലെ നീ ഇങ്ങനെ നിന്നാൽ മതി, അത് കുഴപ്പമില്ല. അതൊക്കെ നോക്കിക്കോളാം. അപ്പം ഞാനാണ് നടത്തുന്നുള്ളതുകൊണ്ട് അളിയും വരാതിരിക്കരുത്. ഫംഗ്ഷന് വരണം. ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കണം. എന്നാ പിന്നെ ഇറങ്ങട്ടാ. അല്ല, തങ്കം എവിടെ? കണ്ടില്ല. എന്നെ ക്ഷണിക്കാൻ വന്നതോ അതോ തങ്കത്തിനെ ക്ഷണിക്കാൻ വന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തോന്നളിയാ, നീ ആ 9ാം ക്ലാസ്സിൽ തന്നെ നിൽക്കാനാളിയാ. ഒരു വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒന്നാമത് നമ്മൾ നേരത്തെ കളിച്ച് വളർന്നവരല്ലേ, ഞാൻ ഒന്ന് അന്വേഷിക്കണ്ടേ? ആ ചുമതല വേണ്ടേ? പിന്നെ അതുമല്ല, നിന്നെ വിളിക്കുമ്പോൾ അവളെയും കൂടെ ഒന്ന് വിളിക്കണ്ടേ? വേണം, അത് വേണം. പക്ഷെ എന്നാൽ ഞാനോ തങ്കമോ അങ്ങോട്ട് വരുന്നില്ല. ഈ നിമിഷം വരെ ഞാൻ വരണമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. നീ വന്ന് ക്ഷണിച്ചില്ലേ? ഇപ്പം ഇതിനകത്ത് കുറേ ഗൂഢാലോചനയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും ക്ലീറ്റസിനെ നീ ആ പരിപാടിക്ക് പ്രതീക്ഷിക്കണ്ട, ഞാൻ വരണില്ല കേട്ടോ. കൂടാനാളിയാ? എടാ നീ കളിച്ചതിനേക്കാളും കുറേ രാഷ്ട്രീയം കൂടുതൽ കളിച്ച ആളാണ് ഞാൻ കേട്ടോ. എന്നെപ്പോലെ ഒരു കളഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ പൂച്ചാളി നമ്പർ നീ ചെല്ല് പോ ഡേ വിളിച്ചോട്ട് പോ. എന്തായിരുന്നാലും ഞാൻ ഇറങ്ങുന്നു. പറ്റുമെങ്കിൽ നീയും തങ്കവും കൂടെ വാ കേട്ടാ. പറ്റുമെങ്കിൽ അല്ല, ഞങ്ങൾക്ക് പറ്റൂല. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ കൊണ്ട് പൊന്നാട് ഇടിയിപ്പിക്കും ചേട്ടാ. ഞാൻ ആ സമയം സുരേഷ് ഗോപിയുടെ ഒരു സിനിമ എടുത്ത് ഇവിടെ കണ്ട് ഞാൻ ഞങ്ങൾ ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളാം. ചെല്ല്. കഷ്ടപ്പാടാ, 9 5 ഇറങ്ങി 5 വയസ്സിന് ബുദ്ധിയായി. സുരേഷ് ഗോപി നേരിട്ട് കണ്ട് സംസാരിപ്പിക്കാം. പൊന്നാടിടാന്ന് പറയുമ്പോ CD ആയിട്ട് കാണണം. ആയിക്കോട്ടെ, ശരിയല്ലേ? സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കാണാത്തൊന്നും അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഇതുപോലുള്ള ഒരു ആദരിക്കൽ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട കേട്ടോ. അളിയാ, ഈ പഞ്ചായത്തിലെ മെമ്പർ എന്ന നിലയിൽ നല്ല കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ എല്ലാവരും അറിയിക്കണ്ടേ? അത് വേണ്ടേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞോളാം. അതുകൊണ്ടല്ലേ വന്നത്, നേരെ അറിയാത്തോണ്ടല്ലേ വരുന്നത്. അല്ല, നീ അത് അങ്ങനെ വന്ന് ക്ഷണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇവിടെ. എനിക്ക് ഇവിടെ എന്നല്ലടാ, എല്ലാ വീട്ടിലും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരെന്നെ വോട്ടെടുത്ത് തെരഞ്ഞെടുത്തതാണ്. ഉണ്ട്, അത് മനസ്സിലാക്കുക. ആ സ്വാതന്ത്ര്യം നീ ഇല്ലാതാക്കരുത് കേട്ടാ. അതങ്ങനെ ഇല്ലാതാക്കുന്നത്. ചെല്ല് പോ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം തങ്കത്തിനെ വിളിച്ചോണ്ട് വാ കേട്ടാ. തങ്കത്തിനെ കൊണ്ട് തന്നെ വരണോ? ഞാൻ തങ്കത്തിനെ മാത്രം അങ്ങോട്ട് അയച്ചാലോ? എന്താ കഷ്ടളിയാ. ചെല്ല് ഇറങ്ങിപ്പോ. എൻ്റെ അടുത്താണ് അവൻ്റെ കളി. എന്നെ ആദരിക്കാൻ വേണ്ടി ഞാനൊക്കെ കണ്ട രാഷ്ട്രീയത്തിൻ്റെ പകുതി പോലും കണ്ടിട്ടില്ല. അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അമ്മ. നടരാജ, ഇന്നത്തെ പരിപാടിയിൽ എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ഉണ്ടല്ലോ, അമ്പളിക്കുട്ടൻ്റെ ചീട്ട് കീറണമല്ലോ. ഞാൻ പോകൂല എന്നാവും വിചാരിച്ചു വെച്ചേക്കണേ. എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയും വന്ന് ഈശ്വര പ്രാർത്ഥനയും കഴിയുമ്പോൾ ഞാനങ്ങോട്ട് ഞെട്ടിച്ചുകൊണ്ട് കയറി സ്റ്റേജിലോട്ട് ചെല്ലുക. അപ്പൊ തന്നെ അമ്പളിക്കുട്ടനെ മുട്ടിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പ്രസംഗം കൂടെ ആവുമ്പോൾ ഏതാണ്ട് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അവൻ എന്നെ ക്ഷണിക്കാൻ വന്നേക്കുന്നു രാവിലെ. പിന്നെ ഞാൻ ഒരു 50 ബംഗാളികളെ ഏർപ്പാടാക്കിയ കാര്യം ബാബുക്കുട്ടൻ നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അവരെ കൃത്യസമയത്ത് അവിടെ എത്തിക്കണം. എത്തിച്ചാൽ പോരാ, അവരെല്ലാം കൂടെ ഒരിടത്ത് കൂടിയിരിക്കരുത്. ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പല ഭാഗത്തായിട്ട് അവരെ ഇരുത്തണം. ഇരുത്തിയിട്ട് ഞാൻ പ്രസംഗിക്കുമ്പോ കൈയടിപ്പിച്ചോണം. അമ്പളിക്കുട്ടൻ വാ തുറന്ന കൂവിച്ചോളം. അമ്പളിക്കുട്ടൻ ഒരു ഫോട്ടോ എല്ലാവരെയും ഒന്ന് കാണിച്ച്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കണം അവരുടെ കൈ. അവനെ വാ തുറക്കാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇവന്മാരെ എല്ലാം വേഷം മുണ്ടും ഷർട്ടും ആയിരിക്കണം. എൻ്റെ പാൻറ്റൊക്കെ ഇട്ട് മറ്റേ സാധനം ഒന്നും ചവച്ചോണ്ട് വരലെന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു ചന്ദനക്കുറി കൊടുത്തോ. എല്ലാവർക്കും വേണ്ട, കുറച്ച് പേർക്ക് കൊടുത്തോ. കണ്ട മലയാളിയാണെന്ന് തോന്നിക്കണം.
അപ്പോൾ അങ്ങനെ ഇവന്മാരെ കൊണ്ടുവരണം. പിന്നെ ഇവന്മാർ വന്ന് കുറേ സമയം ഇരുന്ന് കഷ്ടപ്പെടാനുള്ളതല്ലേ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. കൊടുക്കണം, എന്ത് കൊടുക്കും? ഈ പൊറോട്ടയും ബീഫും കൊടുത്താലോ? എന്നാലും അമ്മമാരെ വയറ് കേടാക്കാൻ ആവശ്യം അതൊന്നും വേണ്ട. അമ്മമാർക്ക് നമുക്ക് പിന്നെ ചപ്പാത്തിയും കിഴങ്ങ് കറിയും നമ്മളെ ജയിലിൻ്റെ അവിടെ ഉണ്ടല്ലോ. ചിക്കൻ കറി ഇത് ചുമ്മാ ഇരടെ ചിക്കനൊന്നും അമ്മമാർക്ക് ഇഷ്ടമല്ല. അവരൊക്കെ ദിവസം പണിക്ക് പോണവരാണ്. ഈ ചപ്പാത്തിയും കിഴങ്ങ് കറി ആകുമ്പോൾ അമ്മമാരെ വയറുമായിട്ട് ഡൈജസ്റ്റ് ആയി അവരെന്നും അതാ കഴിക്കണത്. അതാകുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് കുറച്ച് 50 പാക്കറ്റ് അതും മേടിച്ച് കൊടുക്കണം. അതിനൊക്കെ കൊടുക്കാനുള്ള പൈസ അഡ്വാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ ഒരു 500 രൂപയുണ്ട്. മതി, അത് മതി. ബാക്കി നീ അവിടെ വാങ്ങുമ്പോൾ എല്ലാം സെറ്റിൽ ചെയ്താൽ മതി. പിന്നെ നിനക്ക് വലിയൊരു ഗുണം ഉണ്ടാവും പോയാണ്. പ്രധാനമന്ത്രിയുടെ അടുത്തെത്താൻ ഒരു ചവിട്ടുപടിയാണ് ഇന്നത്തെ പരിപാടി. സുരേഷ് ഗോപിക്ക് കേന്ദ്രമായിട്ട് നല്ല പിടിയല്ലേ? നിന്നെ ഞാൻ സുരേഷ് ഗോപിക്ക് പരിചയപ്പെടുത്തി സുരേഷ് ഗോപിയുടെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ സുരേഷ് ഗോപി എന്ത് ചെയ്യും? ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണിക്കും. അപ്പൊ പ്രധാനമന്ത്രി ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടണേ നിന്നെ അങ്ങ് വിളിക്കും കേട്ടാ. അപ്പൊ പ്രധാനമന്ത്രി അടുത്തെത്താൻ പറ്റിയില്ലേ? അടുത്ത ചവിട്ടുപടി നീ പ്രധാനമന്ത്രിയാവും. സന്തോഷമായല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ വിട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും കേട്ടോ. പോ.